ചടയമംഗല ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് വികസനോത്സവം 25 വികസനോത്സവ ഉദ്ഘാടന വേദിയിൽ വെച്ച് വാർഡിലെ ഗ്രാമകേന്ദ്രത്തിൻ്റെയും പണി പൂർത്തീകരിച്ച 6 റോഡുകൾ, ഫുട്പാത്ത്, ഡ്രൈനേജ് എന്നിവയുടെ ഉദ്ഘാടനം കെ രമ MLA നിർവഹിച്ചു. നമ്മളെ സംബന്ധിച്ച് ഈ വാർഡിൻ്റെ ഒരു ഗ്രാമോത്സവമാണ് നടക്കുന്നത്. ശരിക്കും സന്തോഷകരമായ ഒരു സായാഹ്നമാണ്. ഒരു വാർഡിൽ നേരത്തെ പ്രഭാരട്ടൻ വാർഡിൻ്റെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുമ്പോൾ ഞാനിങ്ങനെ അത്ഭുതത്തോട് നോക്കിയിരുന്നു. എത്ര ഫണ്ടുകളാണ് ഒരു വാർഡിന് ചെലവഴിച്ചതല്ലേ. ഒരു വികസനത്തിൻ്റെ പെരുമഴ തന്നെ പ്രഭാരട്ടൻ്റെ വായനയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇതൊക്കെ ഈ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, വിവിധങ്ങളായ പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചത് എന്നുള്ളത് വളരെ സന്തോഷം തരുന്നതാണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ വെറുതെ ആയില്ല. ഈ നാടിനൊപ്പം ഉയർന്നു പ്രവർത്തിച്ച ഏറ്റവും ജനകീയനായ ഏറ്റവും നല്ല മെമ്പറെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് കൂടി അഭിമാനിക്കാം ഈ ഒരു നേട്ടം എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത്രയേറെ പദ്ധതികളും അത്രയേറെ ഫണ്ടുകളുമാണ് നേരത്തെ പ്രഭാരട്ടൻ ലിസ്റ്റ് ചെയ്ത് വായിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ നിരവധിയായ റോഡുകളുടെയും ഗ്രാമ സെൻറ്ററിൻ്റെയും ഒക്കെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കപ്പെടുകയാണ്. ആ ഉദ്ഘാടനം എന്ന് പറയുന്നത് ഈ പ്രദേശത്തെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. വികസനം വെറുതെ വരില്ല. ആളുകൾ മെനക്കെട്ട് ഇപ്പോൾ മെമ്പറൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാലും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ ഏത് ഫണ്ടും വാങ്ങിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പഞ്ചായത്ത് ഫണ്ടുകൾക്കൊക്കെ ഒക്കെ നേരത്തെ നല്ല രൂപത്തിൽ വാർഡുകളിലൊക്കെ ചിലവഴിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഈ ഒരു സാമ്പത്തിക വർഷവും ഈ ഒരു ഭരണകാലയളവിൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ഫണ്ടുകൾ, പഞ്ചായത്ത് ഫണ്ടുകൾക്കാണ് കൂടുതൽ വെട്ടിക്കുറവുണ്ടായത്. അതിന് കാരണം തന്നെ എല്ലാ വാർഡുകളിലേക്കും കൊടുക്കേണ്ട ഫണ്ടുകളിൽ വലിയ തോതിൽ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഫണ്ടുകൾ എല്ലാ വാർഡിലും, ഈ 19 വാർഡിലും വീതിച്ച് നൽകുക എന്നുള്ളതാണ് പ്രസിഡന്റിൻ്റെ ചുമതല. അത് നിർവഹിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് മുന്നോട്ട് പോയത്. അപ്പോൾ പഞ്ചായത്ത് ഫണ്ട്, MLA-മാരിൽ നിന്ന് കിട്ടുന്ന MLA ഫണ്ട്, MP-യുടെ ഫണ്ട്, മറ്റ് പല രൂപത്തിൽ പഞ്ചായത്തിന് ലഭിക്കേണ്ട, അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില റോഡുകൾ ചെയ്യാൻ സാധിക്കും. നേരത്തെ അത് കൂടുതൽ ചെയ്യാമായിരുന്നു. ഇപ്പം അത് 30% എന്നുള്ളത് 10% കുറച്ചപ്പോൾ അതിലും കുറവ് വന്നു. അങ്ങനെ എല്ലായിടത്തും വെട്ടിക്കുറവ് വന്നത് നമ്മുടെ മേഖലയിലുള്ള വികസനത്തെയാണ് ബാധിച്ചത്. അതിൻ്റെ ഒരു പ്രയാസം ഇവിടെ എന്നതുപോലെ എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാലും ഈ ഞെങ്ങി പോകുന്ന ഈ അവസ്ഥയിലും പരമാവധി ചേർത്ത് നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലൊക്കെ നടന്നത്. ഈ മെമ്പറും അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഗ്രാമകേന്ദ്രത്തിൻ്റെയും MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച വലിയ വളപ്പിൽ താഴ കോവൽ നിലം റോഡ്, മുക്കാട്ട് ഫുട്പാത്ത് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഗ്രാമപഞ്ചായത്ത് NREGS ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബഡ് സ്കൂൾ, പെട്രോൾ പമ്പ്, തിരുവാതിരക്കുനി, കുറ്റിനിലംകുനി, വരപ്രത്ത്, കുനിക്കുതാഴ റോഡുകളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP മിനിക നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പനയത്ത് തോട് ഡ്രൈനേജ് ബ്ലോക്ക് മെമ്പർ നുസൈബ മൊട്ടേമൽ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറമ്പത്ത് പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. അതുപോലെ തന്നെ തിരുവാതിരക്കുനിയിലുള്ള പെട്രോൾ പമ്പിന്റെ മുമ്പിൽ നിന്ന് തിരുവാതിരക്കുനിയിലേക്ക് പോകുന്ന റോഡിന്റെ പ്രവൃത്തി നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്നിവിടെ വെച്ച് നടക്കുകയാണ്. അതേപോലെ ഒഞ്ചിയം തോട്ടുങ്ങൽ പാലം റോഡ്, അതിന് 5 ലക്ഷം രൂപ നമ്മൾ മെയിൻ്റനൻസ് ഗ്രാൻഡ് വെച്ചിട്ടുണ്ട്. അതും ഊരാളുകൾ സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തത്. ആ പ്രവൃത്തി നമുക്ക് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. 2025-26 സാമ്പത്തിക വർഷം മുക്കാട്ട് അങ്കൺവാടി നെടുമണൽ കുനി റോഡ്, നമ്മുടെ ഫുട്പാത്തുമായി ബന്ധപ്പെടുന്ന മുക്കാട്ട് അങ്കൺവാടി കനാൽ പാലത്തിൻ്റെ അങ്ങോട്ടുള്ള റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ 6 ലക്ഷം രൂപ നമ്മൾ TS ഒക്കെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി എഗ്രിമെൻ്റ് വെക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അതേപോലെ OPK തിരുവാതിരക്കുന്ന് റോഡിന് രണ്ടാമത് വീണ്ടും ആ റോഡ് വെള്ളം നിൽക്കുന്നത് കൊണ്ട് ഉയർത്തി അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം തന്നെ വരപ്പുറത്ത് ഉഞ്ചിയം പഞ്ചായത്തുമായി ബന്ധപ്പെടുന്ന ഉഞ്ചിയം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് MLA ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചപ്പോൾ നമ്മുടെ ഭാഗം പ്രവൃത്തി ചെറിയ ഒരു ഭാഗം മാത്രമാണ്. ഏറാമല പഞ്ചായത്തിൻ്റെ ഭാഗം 16 മീറ്റർ ആയിരുന്നു. അതിന് 40,000 രൂപ വെച്ച് അതിൻ്റെ പ്രവൃത്തിയും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനവും നമ്മൾ ഇന്നിവിടെ നടത്തുന്നതാണ്. അതേപോലെ 2 അംഗൻവാടികളിലും ആധുനികവൽക്കരണത്തിനായി ഏകദേശം 6,80,000 രൂപ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. ഈ വർഷം ആദ്യ പ്രവൃത്തികൾ പൂർത്തീകരിക്കും. സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി നമ്മൾ ഒരു സ്ട്രീറ്റ് ലൈൻ വലിച്ചിട്ടുണ്ട്. അവിടെ ബൾബ് ഒക്കെ ഇട്ടിട്ടുണ്ട്. 1 ലക്ഷം രൂപ അതിനും നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്.
തൊഴിലുറപ്പ് പദ്ധതിയിൽ മറ്റ് കാലഘട്ടങ്ങളിൽ തന്നെ അപേക്ഷിച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ 4 റോഡുകളുടെ പ്രവൃത്തി ഈ 5 വർഷം കൊണ്ട് നമ്മുടെ വാർഡിൽ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ഷുഹൈബ് കുന്നത്ത്, ബ്ലോക്ക് മെമ്പർ AK ഗോപാലൻ, അമീർ മുക്കാട്ട്, TM സുരേഷ് ബാബു, പ്രജിത്ത്, സ്നേഹശ്രീ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ KK റഹീം നന്ദി പറഞ്ഞു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, മഞ്ചേരി, വടകര, കുന്നമംഗലം, മേപ്പാടി.